അജിത് അഗാക്കറെ വേട്ടക്കാരൻ അല്പനാൾ കാട്ടിൽ കയറി വെടിവെച്ചില്ലെന്ന് പറഞ്ഞോണ്ടേ വേട്ടക്കാരൻ പോകത്തില്ല. വേട്ടക്കാരൻ കാട്ടിൽ കയറി വെടിവെച്ചു, നിന്റെ വായ അടപ്പിക്കുന്ന പ്രകടനം തന്നു. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം അജിത് അഗാക്കറെ രോഹിത് ശർമ്മയെന്ന്? നീല കരിയാപ്പില പോലെ എടുത്ത് വെളിയിലോട്ട് കളയാൻ നോക്കിയില്ലേ രോഹിത് ശർമ്മയെ? അജിത് അഗാക്കറിന് എന്ത് യോഗ്യതയുണ്ട് രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഒരു ക്യാപ്റ്റനെ വെറുമില്ല കരിയാപ്പില പോലെ എടുത്ത് വെളിയിലോട്ട് കളയാൻ? 2007 T20 വേൾഡ് കപ്പ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് രോഹിത് ശർമ്മ പ്ലേയിങ് 11-ലുണ്ട്. നീ വെള്ളം കൊടുക്കാൻ വേണ്ടി ബെഞ്ചിൽ ഇരിപ്പുണ്ടായിരുന്നു. അതാണ് നീയും രോഹിത് ശർമ്മയും തമ്മിലുള്ള വ്യത്യാസം. മുംബൈയിൽ BCC ഓഫീസിലോട്ട് പോയി നോക്ക്, 2 ICC ട്രോഫി അവിടെ ഇരിപ്പുണ്ട്. ലോകം മൊത്തം കളിയാക്കുമായിരുന്നു, ഇവന്മാർക്ക് ഒരു ICC ട്രോഫി പോലും നേടാൻ കഴിയാത്ത ടീമാണ്. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്രിക്കറ്റ് ബോർഡ് 2013 ശേഷവും 2007 ശേഷവും ഒരു ട്രോഫി നേടാൻ കഴിഞ്ഞു. ഒരുപാട് പേര് വന്നു പോയല്ലോ, ഒറ്റ ഒരുത്തനെ കൊണ്ട് ട്രോഫി നേടാൻ കഴിഞ്ഞു. നേടിക്കൊടുത്ത രോഹിത് ശർമ്മയാണ്. ബാർബഡോസിൽ 30 ബോളിൽ 30 റൺസ് വേണം. ആശാ ഡേവിഡ് മില്ലറും ഹെൻറിക് കാൾസനും കൂടെ നിൽക്കുക. 30 ബോളിൽ 30 റൺസ്. ഏതെങ്കിലും ഒരു ക്യാപ്റ്റൻ ആ കളി തിരിച്ചു പിടിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു ക്യാപ്റ്റന്റെ പേരാണ് രോഹിത് ശർമ്മ. ഇന്ന് വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ. രോഹിത് ശർമ്മയ്ക്ക് വിലയിടാൻ വന്നിരിക്കുന്നു അജിത് അഗാക്കർ. നീ നിറം നോക്കിയും വർണ്ണം നോക്കിയും പേര് നോക്കിയും ആൾക്കാരെ ടീമിലോട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേനെ 15 വർഷം കളിച്ച് പേരുണ്ടാക്കിയതാ. വെറുതെ ഉണ്ടാക്കിയ പേരല്ല ഹിറ്റ്മാൻ എന്ന്, കളിച്ച് പേരുണ്ടാക്കിയതാ. ആസ്ട്രേലിയയിൽ പോയി 6 സെഞ്ചുറി. ആസ്ട്രേലിയക്കെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന വ്യക്തി 9 സെഞ്ചുറി. സച്ചിനും 9 സെഞ്ചുറി ഉണ്ട്, പക്ഷേ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സില്ല 9 സെഞ്ചുറി എടുത്തത്. ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് ഇന്ന് കളിച്ച സിഡ്നിയിൽ 2ാമത്തെ സെഞ്ചുറി. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം ആ മനുഷ്യൻ? വെറുവില്ല കരിയാപ്പില പോലെ നീ എടുത്ത് പുറത്തോട്ട് എറിഞ്ഞ മനുഷ്യൻ ഇന്ന് ടീമിനെ വിജയിപ്പിച്ചു. ടീം വൈറ്റ് വാഷ് ആയി പോയനെ. ആസ്ട്രേലിയ നമ്മളെ വൈറ്റ് വാഷ് ചെയ്ത് പോയനെ. ആ വൈറ്റ് വാഷ് ഇന്ന് രക്ഷിച്ചു. കഴിഞ്ഞ കളിയിൽ മുംബൈയിൽ നിന്ന് നയിച്ചു. വേറെ ഒറ്റ ഒരെണ്ണം കളിച്ചു. രോഹിത് ശർമ്മയുടെ വിക്കറ്റ് പോയപ്പോഴത്തേന് ഇന്ത്യ കൊളാപ്സ് ആയി. പണ്ട് ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ 20 ബോളിൽ വന്ന് 40 റൺസ് എടുക്കും, ടീമിന് നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കും. ഇപ്പം രോഹിത് ശർമ്മയ്ക്ക് അറിയാം, ഞാൻ 20 ബോളിൽ 40 റൺസ് എടുത്തു കഴിഞ്ഞാൽ ആ പേരും പറഞ്ഞ് എന്നെ പുറത്തോട്ട് കളയുമെന്ന്. ഇന്ന് വന്നിട്ട് ഒരു മിസ്റ്റേക്ക് കാണിച്ച ബാറ്റിങ്ങിൽ, ഒറ്റ ഒരു മിസ്റ്റേക്ക്. ഞാൻ കണ്ട ഒറ്റ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ജോഷ് ഹേസൽവുഡിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അടിക്കാൻ നോക്കി, ഒരു അൺഈവൻ മൗണ്ട്സ് ആയിരുന്നു. ആ ഒരു ബോൾ മിസ്സായി. ബാക്കി നോക്കുവാണെങ്കിൽ ഒരു കാൽക്കുലേറ്റഡ് ഇന്നിങ്സ്. ബൗണ്ടറിക്ക് ബൗണ്ടറി. മിച്ചൽ സ്റ്റാർക്കിനെ 1 ഓവർ 2 ബൗണ്ടറി ഡ്രൈവില്. സ്പിന്നർമാരെ സ്വീപ്പ് ഷോട്ട്. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? നീ കുറെ ഇന്ത്യൻ പ്ലേയേഴ്സിന് വിലയിടാൻ നടക്കും, അതുപോലെ രോഹിത് ശർമ്മയ്ക്ക് വിലയിടാൻ നടക്കരുത്. നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല രോഹിത് ശർമ്മ. ഈ സീരീസ് നമ്മൾ തോറ്റു, കണക്കായി പോയി തോറ്റെങ്കിൽ. ഈ സീരീസ് നമ്മൾ തോറ്റു, എനിക്കറിയാം. 2 കളി ആസ്ട്രേലിയ ജയിച്ചു, ഇന്ത്യ 1 കളി ജയിച്ചു. രോഹിത് ശർമ്മയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ സീരീസ് നമുക്ക് തോറ്റത്. നീ സെലക്ട് ചെയ്ത പോസ്റ്റർ ബോയ് ആയ ശുഭ്മൻ ഗില്ലിന് ക്യാപ്റ്റൻസി പറഞ്ഞു കൊടുത്തത് രോഹിത് ശർമ്മയാണ്. ഇന്നത്തെ ക്യാപ്റ്റൻസി നോക്കിയേ ശുഭ്മൻ ഗില്ലിന്റെ. രോഹിത് ശർമ്മ ഫീൽഡ് സെറ്റ് ചെയ്ത് കൊടുത്തു. രോഹിത് ശർമ്മ ബോളർമാരെ കൊണ്ട് ബോൾ ചെയ്യിപ്പിച്ചു. ഇത്രയാണ് വന്ന് 4 വിക്കറ്റ് എടുത്തു. അതിനകത്ത് രോഹിത് ശർമ്മയുടെ റോൾ ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. സീരീസ് ഇന്ത്യ തോറ്റു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി ഉണ്ടായതല്ല സീരീസ് ഇന്ത്യ തോറ്റത്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ല് എത്ര പെർഫോമൻസ് കാഴ്ചവെച്ചു? ശുഭ്മൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി ചർച്ച ചെയ്യപ്പെട്ടില്ലേ? ടീം സെലക്ഷൻ ചർച്ച ചെയ്യപ്പെട്ടില്ലേ? ഗൗതം ഗംഭീറിന്റെ റോൾ എന്തായിരുന്നു? കുൽദീപ് യാദവിനെ കൂട്ട് മാച്ച് വിന്നറെ വെളിയിലിരുത്തുന്നു. ബുംറയെ കൂട്ടുള്ള ഒരു മാച്ച് വിന്നറെ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിപ്പിക്കുന്നു. ഈ സീരീസ് BCC എത്രമാത്രം സീരിയസോടെ എടുത്തതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നു. 16-ാം തീയതി നമ്മൾ ആസ്ട്രേലിയയിൽ പറന്നിറങ്ങുന്നു, 19-ാം തീയതി നമ്മൾ ODI കളിക്കുന്നു. BCCയുടെ ഒറ്റ ഒരു ഉദ്ദേശമായിരുന്നു, രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ആസ്ട്രേലിയയിൽ എക്സ്പോസ് ആവട്ടെ, കണ്ട ചെവി പിടിച്ച് നമുക്ക് വെളിയിലോട്ട് എടുത്ത് കളയാം. അതിനുള്ള ഉത്തരവ് ഇന്ന് അവർ തന്നു. ചെവി പിടിച്ചെടുത്ത് വെളിയിലോട്ട് ആര് ജയിപ്പിക്കും? ശുഭ്മൻ ഗില്ല് വന്ന് ജയിപ്പിക്കുമോ? ശുഭ്മൻ ഗില്ല് വന്ന് ക്യാപ്റ്റൻസി ചെയ്യുമോ? ശുഭ്മൻ ഗില്ലിനെ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് പെടുത്തിയതാണ്. ശുഭ്മൻ ഗില്ലിന് ഒരു താല്പര്യമില്ല. ശുഭ്മൻ ഗില്ലിന് കളിക്കാനേ പറ്റുന്നില്ല. പ്രഷർ, ക്യാപ്റ്റൻസി പ്രഷർ, സ്കോർ കണ്ടെത്തണം, ഫീൽഡ് സെറ്റ് ചെയ്യണം. മര്യാദയ്ക്ക് കളിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുക്കനെ കൊണ്ട് പ്രഷർ കൊടുക്കുന്നു. രോഹിത് ശർമ്മയെ കംഫർട്ടബിൾ ആക്കി വെക്കണം ഡ്രസ്സിംഗ് റൂമിൽ, വിരാട് കോഹ്ലിയെ കംഫർട്ടബിൾ ആക്കി വെക്കണം ഡ്രസ്സിംഗ് റൂമിൽ. അതുകൂടാതെ ക്യാപ്റ്റൻസി ചെയ്യണം, അതുകൂടാതെ റൺസ് കണ്ടെത്തണം, ഫീൽഡ് സെറ്റ് ചെയ്യണം. ഒരു ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റന്റെ മണ്ടയിലേക്ക് പ്രഷർ എടുത്തു വെക്കുന്നു. Under-19 വേൾഡ് കപ്പിന്റെ ക്യാപ്റ്റൻ ആയിരുന്നോ ശുഭ്മൻ ഗില്ല്? ഏതെങ്കിലും ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി, IPL ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി ഏതെങ്കിലും ട്രോഫി നേടിയായിരുന്നോ ശുഭ്മൻ ഗില്ല്? നിങ്ങൾ ഒറ്റയടിക്ക് രോഹിത് ശർമ്മയെ ചവിട്ടി പുറത്താക്കുന്നു, ശുഭ്മൻ ഗില്ലിനെ പ്രതിഷ്ഠിക്കുന്നു. ഒന്നുമില്ലായിരുന്നല്ലോ. ഈ സീരീസ് ഇന്ത്യ തോറ്റതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇന്ത്യയുടെ സെലക്ടർക്കാണ്, ഇന്ത്യയുടെ ഹെഡ് കോച്ചിനാണ്. പ്രോപ്പറായിട്ടുള്ള ടീം സെലക്ഷനുമായിട്ട് ഇന്ത്യ പോയില്ല. റിസോഴ്സസിനെ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഇന്ത്യക്കായില്ല. അതാണ് ഇന്ത്യ തോൽക്കാനുള്ള കാരണം. ഇനി വിരാട് കോഹ്ലി എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ, ഇവിടെ നോക്കുവാണെങ്കിൽ വിരാട് കോഹ്ലിക്ക് ഇനഫ് ആയിട്ടുള്ള മാച്ച് ടൈം കിട്ടിയില്ല. വരുന്നു, സിംഗിൾ എടുക്കാൻ നോക്കുന്നു, സിംഗിൾ എടുക്കാൻ പറ്റുന്നില്ല, പ്രഷർ ആവുന്നു, 2 കളി ഡക്കാവും. ഇന്ന് വന്ന് ഫസ്റ്റ് തന്നെ ഒരു സിംഗിൾ എടുത്തു, അല്പം ഒരു മോട്ടിവേഷൻ കിട്ടി, അല്പം ഒരു കോൺഫിഡൻസ് കിട്ടി. ആദ്യം സംഭവം വരുന്നു, ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ ഒരു ബോൾ എറിയുന്നു, സ്ക്വയർ കട്ട് ചെയ്യാൻ നോക്കുന്നു, പോയിന്റ് ഫീൽഡിന്റെ കുറച്ച് അപ്പുറത്തോട്ട് മാറി ഒരു ചാൻസ് കൊടുക്കുന്നു, അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ ജോഷ് ഹേസൽവുഡ് വന്നിട്ട് ഒരു ഷോർട്ട് ബോൾ എറിയുന്നു, അവിടെയും എസ്കേപ്പ് ആയി, കീപ്പറിന്റെ മുകളിലൂടെ ബോൾ ബാക്കിലോട്ട് പോകുന്നു. ആ ഒരു ലൈഫിനെ യൂട്ടിലൈസ് ചെയ്യാൻ വിരാട് കോഹ്ലിക്കുമായി. എനിക്കറിയാം രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും 2027 ആകുമ്പോഴത്തേന് 40 വയസ്സാവും. ഒരുപാട് ദൂരം പോകാനുണ്ട്. ജയ്സ്വാൾ വെളിയിരുന്ന് കരയുന്നുണ്ടെന്നും എനിക്കറിയാം. ജയ്സ്വാൾ വിചാരിക്കുമായിരിക്കും ഇപ്പം ടീമിൽ കയറാമെന്ന് പറയുമ്പോഴത്തേന് രോഹിത് ശർമ്മ സമ്മതിക്കത്തില്ലല്ലോ. ഈ ഒരു ഫോമിനെ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എങ്ങനെയാണ് ക്യാരി ചെയ്യാൻ പോകുന്നത്? ഇനി അടുത്ത കളി വരുന്നത് നവംബർ 30-ാം തീയതി. നവംബർ 30 എന്ന് പറയുമ്പോൾ ഇനി ഏകദേശം 1 മാസത്തിന് മേളിലുണ്ട്. അതുവരെ ഇവർ ഈ ഫോമിനെ എങ്ങനെ ക്യാരി ചെയ്യാൻ കഴിയും? ഇവർ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറാണോ, തയ്യാറല്ലേ?
ഇവർ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറല്ല എങ്കിൽ, ഇവർ ഇന്ത്യ എക്കെതിരെ കളിക്കാൻ തയ്യാറല്ല എങ്കിൽ, ഇവർ സൗത്ത് ആഫ്രിക്കെതിരെ കളിക്കാൻ യോഗ്യതയില്ല. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഇത് കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. യങ്സ്റ്റേഴ്സ് വെളിയിരിപ്പോണ്ട് എല്ലാം ശരിയാണ്. പക്ഷേ ഇവരിപ്പോൾ ഒരു ഫോം ക്യാരി ചെയ്തു. രോഹിത് ശർമ്മ രണ്ടാമത്തെ ODIയിൽ സ്ട്രഗിൾ ചെയ്തു. വിരാട് കോഹ്ലി 2 ODIയിൽ സ്ട്രഗിൾ ചെയ്തു. മൂന്നാമത്തതിൽ നമ്മൾ ജയിച്ചു. പക്ഷെ നമുക്ക് സീരീസ് നഷ്ടപ്പെട്ടു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 3 ഓടിയാന്ന് തോന്നുന്നു. 3 ഓടിയിൽ 2 ഓടിയിൽ ഇവർ സ്ട്രഗിൾ ചെയ്യും. മൂന്നാമത്തേൽ വന്ന് കളിച്ചിട്ട് കാര്യം. ഇവരെ സംബന്ധിച്ചുള്ള ഇവർ ഒരു ടെസ്റ്റിംഗ് ടൈം ആയിരുന്നു. ഇവർക്ക് റൺസ് കണ്ടെത്താൻ കഴിയും, ഇവരുടെ ഫിറ്റ്നസ് എത്രമാത്രമാണ്, റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ് ഇവർക്ക് എങ്ങനെ ഓടാൻ കഴിയുമോ, ഇതൊക്കെ ആയിരുന്നു ടെസ്റ്റിംഗ് ആയിരുന്നു. ആ ടെസ്റ്റിൽ ഇവർ പാസ്സായി. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഗെയിം പ്ലേ വേണം. ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ ഇവർക്ക് എന്തിനാണ് നാണക്കേട്? അതിൻ്റെ ഒരു ആവശ്യമില്ല. അജിങ്ക്യ രഹാന ഗാബയിൽ പോയി ടെസ്റ്റ് ജയിച്ചവനാണ്, ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്നത്. മുഹമ്മദ് ഷാമി ഇന്ത്യയുടെ മാച്ച് വിന്നറാണ്. ഇവര് ഡൊമസ്റ്റിക് കളിക്കുന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഡൊമസ്റ്റിക് കളിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ ഇന്ന് കളിച്ചിട്ട് ഇനി വന്നിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിക്കാനാണെങ്കിൽ ഇവർ ടീമിൽ നിൽക്കേണ്ട ആവശ്യം. ജയ്സ്വാൾ ഉണ്ട്, തിലക് വർമ്മയുണ്ട്, സഞ്ജു സാംസൺ ഉണ്ട്. സോ ഇനി ഇവരുടെ കോളാണ്. ഇവർ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇവരുടെ ഫോം ഇനി ക്യാരി ചെയ്യേണ്ടത് ഇവരാണ്. പിന്നെ ഇന്നത്തെ മത്സരത്തോട് വരുവാണെങ്കിൽ 18ാമത്തെ തവണയാണ് 2023 വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെടുന്നത്. 18ാമത്തെ തവണ. എന്തെങ്കിലുമൊക്കെ മറിമായം ചെയ്തിട്ട് ശുഭൻ ഗില്ല് ടോസ് കിട്ടാൻ നോക്ക്. ടോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കണ്ടീഷൻ അനുസരിച്ച് ടോസ് കിട്ടില്ലെങ്കിൽ പണി പാടും. ഇന്ന് നോക്കുവാണെങ്കിൽ ഒരു സൂപ്പർ ഒരു പ്രകടനമായിരുന്നു ഇന്ത്യൻ ടീമിന്റെ. വൈകി വന്ന വിവേകം. ഈ ഒരു പ്രകടനം മുമ്പേ കാഴ്ചവെക്കാമായിരുന്നു. പറഞ്ഞ പോലെ ടീം സെലക്ഷൻ പ്രശ്നമായിരുന്നു. പല കാരണങ്ങളുണ്ടായിരുന്നു. സോ ഇന്ന് നോക്കുവാണെങ്കിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. നോക്കുവാണെങ്കിൽ ആസ്ട്രേലിയക്ക് നല്ലൊരു സ്റ്റാർട്ട് കിട്ടി. നോക്കുവാണെങ്കിൽ ട്രാവസ് ഹെഡും മിച്ചൽ മാഷും കൂടെ ചേർന്ന് 60 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് അവിടെ കണ്ടെത്തി. ഹർഷ്ദീപ് സിംഗ് എന്ന് പറഞ്ഞ മെയിൻ ബോളർ ഇല്ലാതെയാണ് ഇന്ത്യ ഇറങ്ങിയത്. ഹർഷ്ദീപ് സിംഗിനെ എന്തിനാണ് ഇന്ന് മാറ്റി നിർത്തുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്. പവർ പ്ലേക്കകത്ത് വിക്കറ്റ് എടുക്കാൻ കഴിവുള്ളൊരു ബോളറാണ്. സിറാജിനെക്കാട്ടിലും അർഷദ് റാണെക്കാട്ടിലും കൃഷ്ണയെക്കാട്ടിലും ഏറ്റവും നല്ലൊരു ബോളറെ ഇന്ന് മാറ്റി നിർത്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ മനുഷ്യനോട് കാണിക്കുന്നതും അനീതിയാണ്. ടെസ്റ്റ് കളിപ്പിക്കത്തില്ല. ഇന്ത്യയിൽ വൺഡേ നടക്കുമ്പോഴത്തേക്ക് സ്പിന്നർമാരെ ഇട്ടിട്ട് ഹർഷ്ദീപ് സിംഗിനെ ബെഞ്ചിലെടുത്തു. സോ ഇന്നത്തെ കളിയിൽ എന്തുകൊണ്ടും കളിപ്പിക്കേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യത്തിന് സിറാജ് വന്നിട്ട് എന്നാൽ ട്രാവസ് ഹെഡിന്റെ വിക്കറ്റ് എടുത്തു. ട്രാവസ് ഹെഡ് നോക്കുവാണെങ്കിൽ അല്പം ഒരു ബെറ്റർ ഫോമിലായിരുന്നു എന്ന്. മേ ബി മാച്ചിനെ കൊണ്ടുപോയനെ കയ്യിൽ നിന്ന്. കറക്റ്റ് ആയിട്ടുള്ള ട്രാപ്പിൽ ട്രാവസ് ഹെഡിനെ വീഴ്ത്തുന്നു. ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ ഒരു ബോൾ എറിയുന്നു. ഗല്ലിയിൽ ഒരു ഫീൽഡർ ഇടുന്നു. സെയിം ട്രാപ്പിൽ ട്രാവസ് ഹെഡ് വീണു. നോക്കുവാണെങ്കിൽ നല്ലൊരു സ്റ്റാർട്ട് കിട്ടി. പക്ഷെ ആ ഒരു സ്റ്റാർട്ടിനെ കൺവേർട്ട് ചെയ്യാൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞില്ല. 183 3 എന്ന നിലയിൽ നിന്ന് 236 ആസ്ട്രേലിയയെ കൊളാപ്സ് ചെയ്യിപ്പിക്കാൻ ഇന്ത്യയുടെ സ്പിന്നർമാർക്കും റാണയ്ക്കുമായി. ഇന്ത്യയുടെ സ്പിന്നർമാരുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോളിംഗ് ആയിരുന്നു. ഇന്ന് പിച്ച് നോക്കുവാണെങ്കിൽ ഒരു രീതിയിലുള്ള ബെനിഫിറ്റ്സും കൊടുക്കുന്നില്ലായിരുന്നു, ടേണില്ലായിരുന്നു. പക്ഷേ പിച്ച് ഗ്രിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് ലൈനിൽ ബോൾ ചെയ്തു. സ്റ്റംപ് ടു സ്റ്റംപ് ലൈനിൽ ഇന്ത്യയുടെ സ്പിന്നർമാർ വന്ന് ബോൾ ചെയ്തു. വിക്കറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ കൂടുതലും ലെഗ് ബിഫോറും ബൗൾഡുമാണ്. റെൻഷോയുടെ വിക്കറ്റ് നോക്കുവാണെങ്കിൽ ലെഗ് ബിഫോർ നോക്കുവാണെങ്കിൽ കറക്റ്റ് സ്ട്രേറ്റ് ലൈനിൽ തന്നെ ബോൾ ചെയ്തുകൊണ്ടിരുന്നു. ഓസ്ട്രേലിയയുടെ സ്പിന്നർമാർ നോക്കുവാണെങ്കിൽ ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ ബോൾ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ത്യയുടെ സ്പിന്നർമാർ ബ്രില്യൻസ് കൊണ്ട് വന്നിട്ട് ബോൾ ചെയ്തു. മനോഹരമായിട്ട് ബോൾ ചെയ്തു. സുന്ദർ വന്ന് മനോഹരമായിട്ട് ബോൾ ചെയ്തു. അക്ഷർ പട്ടേൽ വന്ന് ഇന്ന് അല്പം കൂടെ ഇമ്പ്രൂവ് ചെയ്തു. നല്ലൊരു പെർഫോമൻസ് അക്ഷർ പട്ടേൽ കാഴ്ചവെച്ചു. കുൽദീപിന് ഒരു വിക്കറ്റേ കിട്ടിയുള്ളൂ. അലക്സ് കാരിയുടെ ഒരു ക്യാച്ച് കിട്ടിയാനെ. പക്ഷേ കൃഷ്ണ കൊണ്ട് താഴെ കളഞ്ഞു. കൃഷ്ണ അടിയും വാങ്ങിച്ചു കൊടുത്തു. ഒരു ക്യാച്ച് എടുക്കാനുള്ള ചാൻസും കൃഷ്ണ കൊണ്ട് കളഞ്ഞു. നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്പിന്നർമാർ വന്ന് മനോഹരമായിട്ട് ബോൾ ചെയ്തു. സൂപ്പർ ബോളിംഗ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടി ചെറിയ പാർട്ണർഷിപ്പ് ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല. കറക്റ്റായിട്ടുള്ള ഇന്റർവെല്ലിൽ ഇന്ത്യയുടെ ബോളർമാർ വിക്കറ്റ് എടുത്തുകൊണ്ടായിരുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ഒരു ക്യാപ്റ്റൻസി അല്പം കൂടെ ബെറ്റർ ആയിരുന്നു. അതിനകത്ത് രോഹിത് ശർമ്മയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. രോഹിത് ശർമ്മ കറക്റ്റ് കാര്യങ്ങൾ ശുഭൻ ഗില്ലിനോട് പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യയുടെ ബോളർമാരോട് പറയുന്നുണ്ടായിരുന്നു. സോ ഇന്ന് നോക്കുവാണെങ്കിൽ സിംഗിളും ഡബിളും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കണ്ടു ശുഭൻ ഗില്ല്. ഇന്ന് സിംഗിൾ അധികം കൊടുത്തില്ല, ഡബിൾ കൊടുത്തില്ല. മിഡ് ഓണിലും മിഡ് ഓഫിലും ഫീൽഡറെ കൊണ്ടുവരുന്നു, മിഡ് വിക്കറ്റിൽ ഫീൽഡറെ കൊണ്ടുവരുന്നു. സിംഗിളും ഡബിളും തടയാൻ കഴിഞ്ഞു ഇന്ത്യൻ ടീമിന്. പിന്നെ ക്യാപ്റ്റൻസി എടുത്ത് പറയുകയാണെങ്കിൽ നല്ല ഫോമിലായിരുന്ന മാച്ച് ഷോട്ടിനെ ഉയർന്നാത്ത ഒരു ഫീൽഡറിനെ ഇടുന്നു വിരാട് കോഹ്ലിയെ. സുന്ദർ നോക്കുവാണെങ്കിൽ ബോൾ അല്പം ഷോർട്ടായിട്ട് എറിയുന്നു, അടിച്ച് വിരാട് കോഹ്ലിയുടെ കൈ കൊടുക്കുന്നു. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാച്ച് ആയിരുന്നു വിരാട് കോഹ്ലിയുടെ. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ പിടിച്ച ഒരു ക്യാച്ച് എന്താണെന്ന് അറിയാൻ വയ്യ, ഇഞ്ചുറി ആണോ എന്തുവാണെന്ന് അറിയാൻ വയ്യ. ഷോൾഡർ ഇടിച്ചാൽ വീണു. മനോഹരമായ ഒരു ക്യാച്ച് ആയിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാച്ച് ആയിരുന്നു. അവിടെ നോക്കുവാണെങ്കിൽ അലക്സ് കാരി മേ ബി മാച്ചിനെ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയനെ. ഒരു പാർട്ണർഷിപ്പ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരുമായിരുന്നു സൂപ്പർ കൊണോലിയുമായിട്ട് ചേർന്നു. സോ ആ ഒരു വിക്കറ്റ് നിർണായകമായ ഒരു വിക്കറ്റാണ്. അർഷദ് റാണയുടെ മനോഹരമായൊരു ഷോർട്ട് പിച്ച് ഡെലിവറി ആയിരുന്നു. മനോഹരമായിട്ട് ബോൾ ചെയ്തു. പിന്നെ അർഷദ് റാണ വന്നിട്ട് മനോഹരമായിട്ട് ബോൾ ചെയ്തു. ഇന്ന് നോക്കുവാണെങ്കിൽ ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ എറിഞ്ഞതേ ഇല്ല. നേരത്തെ നോക്കുവാണെങ്കിൽ റൂം കൊടുക്കും. ഇതൊക്കെ ഹാർഡ് എറിയുന്ന ഒരു ബോളറാണ്, ഹാർഡ് ലെങ്ത് എറിയുന്ന ഒരു ബോളറാണ്. പക്ഷേ റൂം കൊടുക്കും, ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ കൊടുക്കും, അവർ സ്ക്വയർ കട്ട് ചെയ്യും. അല്ലെങ്കിൽ ഡൗൺ ദ ലെഗ് സൈഡിൽ കൊടുക്കും, അവർ പുൾ ഷോട്ട് ചെയ്യും. ഇന്ന് നോക്കുവാണെങ്കിൽ കറക്റ്റ് ലെങ്തിൽ വന്ന് ബോൾ ചെയ്യുന്നതായിട്ട് കണ്ടു. ഇതുപോലെ കണ്ടിന്യൂസ് ബോൾ ചെയ്യാൻ കഴിയുവാണെങ്കിൽ അർഷദ് റാണ നല്ലൊരു ബോളറാണ്. ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ, ഇതുപോലെ ഓസ്ട്രേലിയ കൂട്ടുള്ള ഒരു സാഹചര്യത്തിൽ വേൾഡ് കപ്പ് നടക്കാനിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തെ ബ്യൂട്ടിഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ റാണയ്ക്ക് കഴിയുവാണെങ്കിൽ സൂപ്പറാണ്. ഒരു രക്ഷയില്ലാത്ത ബോളറാണ് റാണ. ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു ഇന്ത്യ. പിന്നെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ ശുഭൻ ഗില്ലിന്
ഇന്നും റൺസിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. നല്ലൊരു സ്റ്റാർട്ട് കിട്ടി. ആ ഒരു സ്റ്റാർട്ടിനെ ഇന്ന് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രഷർ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇന്ന് രോഹിത് ശർമ്മ ഒരു പ്രഷറും കൊടുത്തില്ല. രോഹിത് ശർമ്മ വന്ന് മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. എന്നാൽ ഒരു റൺസിനെ കൺവേർട്ട് ചെയ്യാൻ ശുഭ്മൻ ഗില്ലിന് ഇന്നും കഴിഞ്ഞില്ല ആസ് എ ക്യാപ്റ്റൻ. പിന്നെ ഓസ്ട്രേലിയയുടെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ജോഷ് ഹേസിൽവുഡ് എന്ന് പറയുന്ന അവർ ഗോഡ് എന്നാ സൂപ്പർ ഒരു ബോളറാണെന്ന് എല്ലാ ടീമും കൊതിക്കും ഇങ്ങനെ ഒരു ബോളറെ കിട്ടാൻ വേണ്ടി. സോ മനോഹരമായിട്ട് ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു 3 സീരീസിനകത്ത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ബാറ്റ്സ്മാൻമാർ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ബാറ്റ്സ്മാൻമാർ ഇപ്പോൾ അവർക്ക് വരുന്നു. മാറ്റ് ഷോട്ട് അവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. റെൻഷോ അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. കൂപ്പർ കൊണോലി അവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. മിച്ചിൽ ഓവൻ അവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. സോ ഓസ്ട്രേലിയ ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെ കടന്നു പോവുകയാണ്. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇന്ത്യയുടെ വീക്ക്നെസ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ ഓസ്ട്രേലിയക്കും കഴിഞ്ഞു. സോ നല്ലൊരു പെർഫോമൻസ് ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നിന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മിച്ചിൽ മാഷിന്റെ ക്യാപ്റ്റൻസി നോക്കുവാണെങ്കിൽ സൂപ്പർ ക്യാപ്റ്റൻ ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത ക്യാപ്റ്റൻസി ആയിരുന്നു. ബോളിംഗ് റൊട്ടേഷൻ സൂപ്പറായിരുന്നു. ഫീൽഡിംഗ് റൊട്ടേഷൻ സൂപ്പറായിരുന്നു. എല്ലാം നോക്കുവാണെങ്കിൽ സൂപ്പറായിട്ട് നല്ലൊരു പെർഫോമൻസ് ഓസ്ട്രേലിയ കാഴ്ചവെച്ചു. ഇനി 2020 കാത്തിരുന്ന് കാണാം. സഞ്ജുവും അഭിഷേക് ശർമ്മയും സൂര്യകുമാർ യാദവും എന്താണ് ഇനി കാണിക്കാൻ പോകുന്നത്. നമുക്ക് സീരീസ് കിട്ടുമോ അതോ സീരീസ് അടിയറവ് പറയേണ്ടി വരുമോ നമുക്ക് കാത്തിരുന്ന് കാണാം.